ഓം അഗത്തീശ്വരായ നമഃ. ഞാൻ വിനയ് ഗുരുക്കൾ. എല്ലാവർക്കും വണക്കം. എന്തുകൊണ്ടാണ് പ്രശ്നം വെക്കാൻ പോയാൽ നിങ്ങളുടെ പ്രശ്നം കൂടും എന്ന് പറയുന്നത്? എല്ലാത്തിനും കാരകത്തുണ്ട്. പ്രശ്നം വെക്കാൻ പോവുക എന്ന് പറയുന്നതിന് പോലും ഒരു കാരകത്തുണ്ട്. ശനിയുടെ കാരകത്തുണ്ട്. പ്രശ്നം വെക്കാൻ പോവുക എന്ന് പറയുന്ന പ്രവൃത്തിയുടെ ഒരു കാരകത്വം ശനിയാണ്. 2 രാഹു, 3 കേതു, 4 ഗുളികൻ. നിങ്ങൾക്ക് ശനി പിടിച്ചിരിക്കുമ്പോഴോ, നിങ്ങൾക്ക് രാഹുവോ കേതു ഗുളികനോ പിടിച്ചിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ മിക്കവാറും പ്രശ്നം വെക്കാൻ പോകുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ പിടിച്ചിട്ടുണ്ടാവും. ഇതൊന്നും പിടിക്കാത്തവർ പ്രശ്നം വെക്കാൻ പോയാൽ ഈ ഗ്രഹങ്ങളുടെ കാരകത്വം നിങ്ങളെ ബാധിച്ചേക്കാം. കാരണം ജ്യോതിഷൻ എന്ന് പറയുന്ന ജ്യോതിഷം നോക്കുന്നവരുടെ കാരകത്വം ബുധൻ, വ്യാഴം എന്നീ കാരകത്വത്തിൽ നിൽക്കുന്ന ജ്യോതിഷന്മാരുടെ അടുക്കാണ് നിങ്ങൾ പ്രശ്നം വയ്ക്കാൻ പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. കേതുവിനും കാരകത്വമുണ്ട് ജ്യോതിഷത്തിന്റെ, രാഹുവിനും കാരകത്വമുണ്ട് ജ്യോതിഷത്തിന്റെ. രാഹുവും കേതുവുമായിട്ട് വർത്തിക്കുന്ന ഒരാള്, അതായത് ഒരു ജ്യോതിഷന്റെ ജാതകത്തിൽ രാഹു കേതുക്കളൊക്കെ ലഗ്നവുമായിട്ട് തുടർബ് കൊണ്ടിരിക്കുക, ഗുളികൻ ലഗ്നവുമായിട്ട് തുടർബ് കൊണ്ടിരിക്കുക എന്ന ഒരാളുടെ അടുക്കെയാണ് നിങ്ങൾ പ്രശ്നം വയ്ക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെന്ന് കയറിക്കൊടുക്കുകയാണെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഏത് കാരകത്വമുള്ള ആളുമായി നിങ്ങൾ കോണ്ടാക്റ്റിൽ വരുന്നുവോ ആ കാരകത്വം നിങ്ങളെ ബാധിക്കും. നിങ്ങൾ രാഹു ആയിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയാൽ നിങ്ങളെ രാഹു പിടിക്കും, രാഹു കടിക്കും എന്ന് പറയും തമിഴിൽ പറഞ്ഞ. കേതു കൊത്തുന്ന് പറയും, ഗുളികൻ വിഴുങ്ങുന്നും പറയും. അപ്പൊ ഇത്തരത്തില് ഒരു കുഴപ്പമുണ്ട്. അപ്പോ ബുധൻ, വ്യാഴം, അങ്ങനെ ബുധനോ വ്യാഴമോ ആയിരിക്കുന്ന ഒരു ആളുടെ എടുക്കുകയാണ് നിങ്ങൾ പ്രശ്നം വയ്ക്കാൻ പോണെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് പഴയ കാലത്ത് വ്യാഴമായിരിക്കുന്നവനെയാണ് ജ്യോതിഷം പഠിപ്പിക്കാറ്. വ്യാഴമായിരിക്കുന്നവനെ എന്ന് വെച്ചാൽ ഒരാളുടെ ജാതകത്തില് ലഗ്നവുമായിട്ട് വ്യാഴത്തിന് ബന്ധമുള്ള ആളുകളെ നോക്കിയിട്ടായിരുന്നു ഒരു കാലത്ത് ജ്യോതിഷം പഠിപ്പിക്കാറ്. എന്നാൽ പാരമ്പര്യമായോ മറ്റു തരത്തിലോ എങ്ങനെയെങ്കിലും ഒക്കെ ഈ കാരകത്തുള്ള ആളുകള് ജ്യോത്സ്യന്മാരായി കഴിഞ്ഞാൽ അവരെ ആണ്ടിരിക്കുന്ന ഗ്രഹം, അവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം ഈ ഗ്രഹങ്ങളാണെങ്കിൽ അവര് തന്നെ ശനിയായിട്ടും അവര് തന്നെ രാഹുവായിട്ടും കേതുവായിട്ടും ഗുളികനായിട്ടും ചൊവ്വയായിട്ടും വർത്തിക്കും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാക്ട് അസ്ട്രോളജി കേട്ടോ, അതിന്റെ ലോജിക്ക പറയണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കയറി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാര് പിടിച്ചു മിണുങ്ങും. അപ്പൊ എന്ത് സംഭവിക്കുന്ന കൂടി പറഞ്ഞുതരാം. പ്രശ്നം വെക്കുമ്പോൾ എന്താ പ്രശ്നം വെക്കുക? ഒരാൾക്കൊരു പ്രശ്നമുണ്ട്, അതിനൊരു സൊല്യൂഷൻ വേണം. In modern times, it is called as astrology. In modern times, any type of solution can be, any type of problems a solution can be also get by psychology too. അപ്പം നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം വയ്ക്കാൻ പോണ. പക്ഷെ ജ്യോതിഷൻ പറയുന്ന കാര്യങ്ങള് ദേവർവ ധർമ്മദേവേ പിതൃ ഫണിവർ ബ്രാഹ്മണെ പ്രേതപൂതെ പീഡായസ്യ കൃത തദനുഭവ വാഭവ യാസ്യത് ഭൂയോ വിശ്വോത്ത പുനരഭിരിപൂർയസ്യ കൃത സാപചാസം ഹേതുശ്ചാപി ക്രമേണ പ്രതിവിധയോ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രമാണം വെച്ചിട്ടാണ് പറയണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ദേവകോപമുണ്ട്, ധർമ്മദേവകോപമുണ്ട്, വാക്യൻ ദോഷമുണ്ട്, ശത്രുദോഷമുണ്ട്, ആഭിചാര ദോഷമുണ്ട്, കൈവശദോഷമുണ്ട്, പ്രേതദോഷമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുണ്ടല്ലേ എന്ന്. നിങ്ങളത് വിശ്വസിച്ചു പോകും. നിങ്ങൾക്ക് ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്, ജിന്നിലാണ്, കരിങ്കുട്ടി ചാത്തനിലാണ്, ജിന്നുമൊമ്മയിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയാത്ത കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ലോജിക്ക് പോലും അടിയറവ് വെച്ചിട്ടാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നത്. എന്ത് നിങ്ങൾ വിശ്വസിച്ച് പോയോ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്ന് പോയോ, അത് ആക്ട് ആവാൻ തുടങ്ങും. അതുകൊണ്ടാണ് സീരിയലിന്റെ കാര്യം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞത്.
അപ്പോൾ അത് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. എന്നും പറഞ്ഞ എല്ലാവരോടും പ്രശ്നം വയ്ക്കാൻ പോകണ്ടെന്നല്ല പറഞ്ഞത്, അതും കൂടി ഞാൻ ഇതിൽ പറഞ്ഞേക്കാം. 12 രാശി, 9 ഗ്രഹങ്ങള്, ലഗ്നം, ഗുളികൻ കുടിക്കുട്ടി 11. അങ്ങനെ 12 രാശിയും 11 പോയിന്റ്സും വെച്ചിട്ടാണ്. പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെ കൊണ്ടാണ്. ഗുളികനും ലഗ്നം അടക്കി ഗ്രഹങ്ങളെ കൊണ്ടാണ് പ്രശ്നം പറയുന്നത്. പ്രശ്നം പറയുന്ന സമയത്ത് ജാതകം പോലെ അതിന്റെ അത്രയും ലോജിക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രശ്നത്തിന് അതിന്റെ ലോജിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ ബലം ഏത് സമയത്ത് എങ്ങനെ കൃത്യമായിട്ട് അനുഭവിക്കപ്പെടുമെന്ന് ദശ, അപഹാരം, ഛിദ്രം ഇതൊക്കെ നോക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് കുറച്ചൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മിക്കവാറും നിങ്ങൾക്ക് ശനിയും രാഹുവും കേതുവും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിടിച്ച് നിങ്ങൾ ആ അപഹാരത്തിലേക്ക് ആയിരിക്കും നിങ്ങൾ മിക്കവാറും ആരെങ്കിലും ഓളി ജ്യോതിഷന്മാരെടുക്കുക നോക്കാൻ പോണത്. പ്രശ്നം വെച്ചോ, പ്രശ്നം ഉണ്ടാവുന്ന പറയാൻ കാര്യം. ഇപ്പൊ സപ്പോസ് മേടൻ രാശി ആരൂഢം കിട്ടിക്കഴിഞ്ഞ ഇതാണ് ബാധരാശി. ഇടവൻ രാശിക്ക് മകരം, മിഥുനൻ രാശിക്ക് ധനു, കർക്കിടക രാശിക്ക് ഇടവം, ചിങ്ങ രാശിക്ക് മേടം, കന്നി രാശിക്ക് മീനം, തുലാ രാശിക്ക് ചിങ്ങം, വൃശ്ചിക രാശിക്ക് കർക്കിടകം, ധനുരാശിക്ക് മിഥുനം, മകരരാശിക്ക് വൃശ്ചികം, കുംഭരാശിക്ക് തുലാം, മീനരാശിക്ക് കന്നി. ഇതാണ് ബാധരാശി. ഇനി മഹാബാധം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചരരാശിക്ക് കുംഭം, കുംഭശ്ചരാണാം അളി ചാപസിംഹ ഗോസ്ത്രീണാം അള്ളി വൃഷഭസ്യ കുംഭസ്യ കർക്കി മിഥുനസ്യ ധന്നി മീനസ്യ ചാപം ഖലുബാധകം ശേൽ എന്ന് പറഞ്ഞ പ്രമാണം അനുസരിച്ചിട്ട് മഹാബാധ വരെ ഉണ്ട്. ചുരുക്കി പറഞ്ഞ എല്ലാ രാശിയിലും എല്ലാ രാശിക്കും ബാധാരാശി ഉണ്ട്. എല്ലാ രാശിക്കും ബാധാരാശി ഉണ്ട്. അപ്പോ ഈ ബാധാരാശി ഇപ്പൊ മേടൻ ആരൂഢം കിട്ടിക്കഴിഞ്ഞാൽ ബാധാധിപൻ ആരാശനി. ഇത് ഏതെങ്കിലും 12 സ്ഥാനത്തിൽ എവിടെയെങ്കിലും അല്ലേ നിക്കത്തുള്ളൂ, അല്ലെ? ബാധാധിപൻ 1-ൽ നിന്ന് കഴിഞ്ഞാൽ ദേവകോപം, 2-ൽ നിന്ന് കഴിഞ്ഞാൽ വാക്കിൻ ദോഷം, 3-ൽ നിന്ന് കഴിഞ്ഞാല് അയലക്കാര് ശത്രുത. ഇത് തന്നെ അല്ലട്ടോ, ഇത് ഞാൻ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാന്ന് പറഞ്ഞ. 4-ൽ നിന്ന് കഴിഞ്ഞാല് ധർമ്മദൈവ കോപം, 5-ൽ നിന്ന് കഴിഞ്ഞാല് ഉപാസനാദോഷം, 6-ൽ നിന്ന് കഴിഞ്ഞാല് മന്ത്രദോഷം, 6-ൽ നിന്ന് കഴിഞ്ഞാൽ ശത്രുദോഷം, 7-ൽ നിന്ന് കഴിഞ്ഞാല് ദൃഷ്ടിബാധ, 8-ൽ നിന്ന് കഴിഞ്ഞാല് ആഭിചാരം അല്ലെങ്കിൽ ശാപം, 9-ൽ നിന്ന് കഴിഞ്ഞാല് പഴയ കാലത്ത് ഉപാസിച്ചേർന്ന ദേവന്മാരെ നോക്കുന്നില്ല, 10-ൽ നിന്ന് കഴിഞ്ഞാല് കർമ്മ തടസ്സം, കർമ്മദോഷം, അതും ആഭിചാരമായിട്ടും വരാം, 11-ൽ നിന്ന് കഴിഞ്ഞാല് താന്ത്രിക മാന്ത്രിക കർമ്മ ബന്ധനം, 12-ൽ നിന്ന് കഴിഞ്ഞാല് ദുരിതം, രോഗം, പ്രശ്നങ്ങള്, അഷ്ടകർമ്മങ്ങൾ ഇനി പറയുകയാണെങ്കിൽ ഭേദനം, ഉച്ചാടനം ഒക്കെ പറയാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും പറയാ. അപ്പൊ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാല് പ്രശ്നമാണെന്ന്. അതായത് ഇങ്ങനെ തന്നെ ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഏത് ഭാവത്തിലും ബാധ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം. പിന്നെയാണ് ബലാബലം, ദൃഷ്ടി എന്ന ഗ്രഹം, മറ്റേത് മറിച്ചതൊക്കെ നോക്കണം. ഇനി 90% ഏത് രാശിയിൽ നിന്നാലും ധർമ്മദൈവകോപത്തിനുള്ള സാധ്യത കൂടും. ഇന്റർ കണക്ഷൻസ് വരും. വർഗം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ തുടർവുള്ള എന്ന് പറയും തമിഴ് അസ്ട്രോളജിയിൽ. അപ്പൊ ബേസിക് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഏത് രാശിയിൽ നിന്നാലും പ്രശ്നമാണ്. ഇനിയിപ്പോ ശത്രുദോഷം ഉണ്ടെന്ന് വിചാരിക്കണവൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അവനെ അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഏത് ബാധയാണെന്നാണ് അറിയേണ്ടത്. ആരാണ് ശത്രുദോഷം ചെയ്തതെന്ന് ഇവന് വേറൊരാളുടെ ശത്രുത ഉണ്ടാവും. അപ്പൊ ഇവനെ അറിയേണ്ട ഏത് ബാധയാണെന്നാണ്. അപ്പൊ ശക്തമായ ബാധ. ഇപ്പൊ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് കൊണ്ട് നീല ചൊവ്വ, പറച്ചാമുണ്ടി, പറക്കുട്ടി, ഭിന്ന ഭൈരവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊടൂരമായിട്ടുള്ള പേരുകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്റെ പൊന്നടവേ, രാഹു നിൽക്കുന്ന സമയത്ത് ചിലവർ പറയും ജിന്നുമ്മ, തങ്ങളുപ്പാപ്പ, പിന്നെ അവന്റെ അപ്പൂപ്പൻ, അമ്മുമ്മ, മറ്റേത് മറിച്ചത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുമ്പോ തന്നെ ദോഷം ഉണ്ടെന്ന് തോന്നുന്നവൻ ഒരു കുളിരാണ്. ഇവനൊക്കെയാണ് തന്നേക്കണം, അവനെ ശരിക്കൊന്ന് തിരിച്ചങ്ങോട്ട് അടിക്കണം. ഇത്തരത്തിലൊക്കെ പറഞ്ഞ് ഇത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പറയണവനും
കേൾക്കുന്നവനും ഒരു സാങ്കത്യം വേണ്ടേ? കേൾക്കുന്നവനെ താങ്കൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു. ഇതെന്തോ ഇല്ലേ, ഇത് ലോജിക്കാണോ അതല്ലേ എന്നൊന്നുള്ള ഒരു ചിന്തയൊന്നും അവിടെ വരുന്നില്ല. അപ്പൊ രാഹുവിന്റെയോ കേതുവിന്റെയോ കാരകത്വമുള്ള ഒരുത്തൻ, അതായത് ഒരുത്തന്റെ സമയം കഷ്ടാല സമയം. ശനി പിടിച്ചിരിക്കുന്നവനെ രാഹു പിടിച്ചിരിക്കുന്ന, കേതു പിടിച്ചിരിക്കുന്ന സമയത്ത് അവൻ രാഹുവിന്റെയും ശനിയുടെയും കേതുവിന്റെ കാരകത്വമുള്ള ആളുകളുടെ അടുക്കല്ലേ ഇത് നോക്കാൻ പോകത്തുള്ളൂ, മിക്കവാറും 90%. അപ്പൊ അങ്ങനെ ചെന്ന് കഴിയുമ്പോ കാരകത്വം മാച്ചായി വരുമ്പോഴത്തേക്കും അവര് പറയുന്ന ഇവൻ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഇവനെ കൂടുതൽ കൂടുതൽ ശനിയും രാഹുവും പിടിച്ചിട്ട് നശിക്കാനുള്ള ഇടവരികയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ഒരു ഒപ്പീനിയൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. കാര്യം കാരകത്വം ഏതാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാരകത്വം തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. രാഹു പിടിച്ചവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ സർപ്പം കടിക്കും, കേതു പിടിച്ചവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പാമ്പോത്തും, ഗുളികൻ പിടിച്ചവന്റെ അടുത്ത് പോയി പ്രേതം വിഴുങ്ങുമെന്ന് പറഞ്ഞ മാതിരി ഉള്ള അവസ്ഥയും എവിടെയുണ്ട്. അപ്പൊ ഒന്ന് പ്രശ്നം വെക്കാൻ പോണ സമയത്ത് നിങ്ങളുടെ ജാതക പ്രകാരമുള്ള ഫലങ്ങൾ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അന്ധവിശ്വാസമാണെങ്കിൽ മൊത്തത്തിൽ അന്ധവിശ്വാസമാണ്. സമൂഹത്തിലുള്ള പല കാര്യങ്ങളും അന്ധവിശ്വാസമാണ്. പക്ഷെ ഇതിൽ വിശ്വസിക്കണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള അനുഭവം നിങ്ങൾ അങ്ങോട്ട് പറയാതെ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ കൃത്യമായിട്ട് അസ്ട്രോളജർ തിരിച്ച് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്കത് വിശ്വസിക്കാം. അതല്ല കണക്ക് തിരിച്ച് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് അതിലേക്ക് അവരെത്തിക്കുമ്പോൾ ഓ അത് ശരിയായാലോ എന്ന് വിചാരിച്ചിട്ട് റിവേഴ്സ് ആയിട്ട് മെന്റലിസം എന്ന് നിങ്ങൾ കേട്ടല്ലേ, മെന്റലിസത്തിലുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അവര് ജ്യോത്സ്യന്മാര് മെന്റലിസം പഠിച്ചിട്ടുണ്ടോണമെന്നില്ല, പക്ഷെ ആ അതേ സമാനമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് റിവേഴ്സ്ഫുള്ളി നിങ്ങൾ അതിലേക്ക് എത്തിപ്പെട്ടിട്ട് നിങ്ങൾ ചിന്തിച്ച് അതപ്പൊ അങ്ങനെ ആയിരിക്കാം, അതെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് എത്തിക്കാന്ന് പറയില്ലേ. നിങ്ങൾക്ക് ധർമ്മദൈവ കോപമുണ്ട്, അപ്പൊ സന്താനദോഷം ഉണ്ടായേക്കാം, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി അതുമല്ല സർപ്പദോഷമുണ്ട്, മൊത്തത്തിൽ കുടുംബത്തെ വാഴ്ചക്കാണ്, ആർക്കെങ്കിലും ചൊറി വല്ലതും ഒക്കെ ഉണ്ടോ, കൈയിന്റെ ഒടിയിൽ ഒക്കെ ഉണ്ടോ, എൻ്റെ മിക്ക ആളുകൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ച് പോകാൻ സമാനത വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആദ്യം തന്നെ കുറച്ചും കൂടി ലോജിക്കായി ചിന്തിക്കുക. ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ സൈക്കോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. കാര്യം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്, അതായത് നിങ്ങളുടെ ജാഗ്രത അവസ്ഥയിലുള്ളതിനെ നിങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ബുദ്ധി കൊണ്ട് ലോജിക്കലി ആലോചിച്ചിട്ടാണ് നമ്മൾ മിക്കവാറും തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ചില സമയത്ത് ബുദ്ധി മറഞ്ഞു പോകും. അത് ചില ഗാഡ് എന്നൊക്കെ പറയും, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗാഡായിട്ടിരിക്കുന്ന ആ ബുദ്ധിയായിരിക്കുന്ന ആ ഐഡന്റിറ്റി മറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയി പോകും. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ആവാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ എപ്പോഴും ഈ ബാധയെ നോക്കി അതാണ് ഞാൻ നശിക്കാനുള്ള കാരണം എന്ന് ചിന്തിച്ച് നിങ്ങൾ തന്നെ നശിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് പ്രശ്നം വെക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഇന്നേക്കത്തുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.